ഇത് കണ്ടോ, നല്ല മധുരമുള്ള മാങ്ങാപ്പഴം കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് തന്നതാണേ. നല്ല തേൻ വരിക്കാന്നൊക്കെ പറയില്ല, അതുപോലെ നല്ല തേൻ മധുരമുള്ള മാങ്ങാപ്പഴം കേട്ടോ. മാങ്ങയുടെ കാമ്പൊക്കെ തീരുമ്പോൾ ചെറിയൊരു പുളിപ്പുണ്ടാവില്ലേ, ഇതിനത് പോലും കേട്ടോ, നല്ല മധുരം കേട്ടോ. എന്നാൽ പിന്നെ അതുകൊണ്ടൊരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് പറഞ്ഞപ്പോൾ അമ്മച്ചി അത് ചെത്തി അതിൻ്റെ കാമ്പൊക്കെ എടുക്കുന്നു. ഞാൻ അത് മിക്സിയിൽ അടിച്ചു. എന്നിട്ട് ചൈന ഗ്രാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അടിച്ചും എടുത്ത പൾപ്പ് അതിലേക്ക് ഇട്ട് എന്നിട്ട് ആ വെള്ളം ഞാൻ തണുക്കാൻ വെച്ചിട്ടോ. തണുത്ത് കഴിയുമ്പോൾ നല്ല ജെല്ല് പോലെ ആയിട്ടിട്ട് അതിന് വേണ്ടിയിട്ടാട്ടോ. ആ സമയം കൊണ്ട് ഞാൻ പാൽ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചു. തണുക്കാൻ വെച്ചതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയതാട്ടോ. പാൽ തിളച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം അടിച്ച് വെച്ച പൾപ്പിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ആ പൾപ്പ് പാലിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടു. ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇനി ഇത് നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാട്ടോ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാവുള്ളൂ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിച്ചാൽ സൂപ്പറാട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാതെ ഫ്രഷ് ക്രീം ഇട്ട പാല് പിരിഞ്ഞു പോയതുപോലെ ആകട്ടോ. അതുകൊണ്ടാട്ടോ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞത്. നല്ലതുപോലെ തണുക്കാൻ വെക്കാനുള്ള ക്ഷമ എൻ്റെ മക്കൾക്കില്ലായിരുന്നു. എൻ്റെ പുറകെ നടക്കുമായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഫ്രിഡ്ജിൻ്റെ ചൂട്ടിൽ പോയി കാവലിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്തില്ല. കുറച്ച് നേരം വെച്ച് ചെറിയ തണുപ്പായുള്ളൂ. അപ്പോഴേക്കും ഞാനത് എടുത്ത് കൊടുത്തു. അപ്പോഴേക്കും ജെല്ലായിരുന്നു. ആ ജെല്ല് കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. 4 പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.